ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലോക്വസ്റ്റ്. ഇന്ന് നമ്മൾ കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ടിന് 1965 പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് കേരളത്തിലെ വാടക നിയന്ത്രണ നിയമത്തെ സംബന്ധിച്ചാണ് പറയാൻ പോകുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ദി ആക്ട്. ഇറ്റ് എക്സ്റ്റെൻഡ് ടു ദി സ്റ്റേറ്റ് ഓഫ് കേരള. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ മാത്രം നിയമമാണിത്. കേരളത്തിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നിയമമാണ്. ദെൻ ഇറ്റ് അപ്ലൈസ് ടു ദ ഏരിയ മെൻഷൻഡ് ഇൻ ദ ഷെഡ്യൂൾ ആൻഡ് ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ഒഫീഷ്യൽ ഗസറ്റ്. അതായത് സർക്കാരിൻ്റെ ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം നടത്തുന്ന ഏരിയകളിലും ഷെഡ്യൂളിൽ പറയുന്ന പ്രകാരമുള്ള സ്ഥലങ്ങളിലുമാണ് ഈ ആക്ട് അപ്ലൈ ചെയ്തു വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വാടക നിയന്ത്രണ നിയമമാണ് കേരളത്തിൻ്റേത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയപ്പെടേണ്ടതായ 2 വ്യക്തികളുണ്ട്. ഒന്ന് ലാൻഡ് ലോഡും 2 ടെനൻറ്റുമാണ്. അപ്പം ഉടമസ്ഥാവകാശക്കാരനും വാടകക്കാരനുമാണ്. അപ്പോൾ നമുക്ക് ആരാണ് ലാൻഡ് ലോഡ് എന്ന് നമുക്ക് ആദ്യം പറയാം. ഹു ഈസ് എ ലാൻഡ് ലോഡ്? Landlord is defined under section 2 clause 3 of Kerala Building Lease and Rent Control Act. Landlord is a person who is receiving or entitled to receive the rent of a building if a building were let to a tenant, his own account or on the behalf of another or behalf of himself. He may be an agent, trustee, executor, administrator or receiver or guardian. അതായത് ലാൻഡ് ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയാണ്. എന്താണ് ആ വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹൂ ഈസ് റിസീവിങ് ഓർ എൻറ്റൈറ്റിൽഡ് ടു റിസീവ് എ റെൻറ്റ് ഓഫ് ദി ബിൽഡിങ്. ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് വാടക റിസീവ് ചെയ്യാൻ അവകാശമുള്ള വ്യക്തിയാണ് നമ്മൾ ലാൻഡ് ലോഡ് എന്ന് പറയുന്നത്. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിഹാഫിൽ നിന്ന് വേറൊരാളുടെ അക്കൗണ്ടിലേക്കോ, ബട്ട് ഹീ ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദ റെൻറ്റ് ഓഫ് എ ബിൽഡിംഗ്. ആ വാടക റിസീവ് ചെയ്യാൻ അവകാശപ്പെട്ട വ്യക്തിയായിരിക്കണം. ഹി മേ ബി ആൻ ഏജൻ്റ് ആയിരിക്കാം, ട്രസ്റ്റി ആയിരിക്കാം, എക്സിക്യൂട്ടർ ആയിരിക്കാം, അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കാം, റിസീവർ ആയിരിക്കാം, ഗാർഡിയൻ ആയിരിക്കാം, ആര് വേണമെങ്കിലും ആകാം. അപ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, ഹീ ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദ റെൻറ്റ് ഓഫ് എ ബിൽഡിങ്. അതാണ് ഒരു വാടകയ്ക്ക് നമ്മളൊരു ബിൽഡിങ് കൊടുക്കുമ്പോൾ ആർക്കാണോ ആ വാടക റിസീവ് ചെയ്യാൻ അവകാശമുള്ളത് ആ വ്യക്തിയാണ് ലാൻഡ് ലോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വ്യക്തിയാണ് ടെനൻറ്റ് അഥവാ വാടകക്കാരൻ. ആരാണ് വാടകക്കാരൻ? ഹി ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2 clause 6 ഓഫ് കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ട്. എനി പേഴ്സൺ ബൈ ഹൂം ഓർ ഓൺ ഹൂസ് അക്കൗണ്ട് the rent is payable for a building, or he is a heir or heirs of a deceased tenant, a person continuing in possession after the termination of tenancy. അതായത് ടെനൻ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് വാടക പേ ചെയ്യുന്നത്, ഒരു ബിൽഡിങ്ങിൽ താമസിച്ച വാടക ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് പേ ചെയ്യുന്നത്, ബൈ ഹൂം ആരാൽ ഓർ ബൈ ഹൂസ് അക്കൗണ്ട്, ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് റെൻറ്റ് പേ ചെയ്യുന്നത് ആ വ്യക്തിയാണ് നമ്മൾ ടെനൻ്റ് എന്ന് പറയുന്നത്, വാടകക്കാരൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഡിസീസ്ഡ് ടെനൻ്റ്, ഒരു മരിച്ച ഒരു ടെനൻറ്റിനെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ഹെയർസ് ആവാം, അനന്തരാവകാശികൾ ഈ കൂട്ടത്തിൽ വരാം. പിന്നീട് എ പേഴ്സൺ കണ്ടിന്യൂയിങ് ഇൻ പൊസഷൻ ആഫ്റ്റർ ദ ടെർമിനേഷൻ ഓഫ് ടെനൻസി, അതായത് ടെനൻസി പീരീഡ് കഴിഞ്ഞ ശേഷവും ഏതൊരു വ്യക്തിയാണോ ആ പൊസഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ആ വ്യക്തിയും ടെനൻറ്റിൻ്റെ കാറ്റഗറിയിൽ വരാം. പിന്നീട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടെനൻസിനെ പറ്റി പറയുന്നുണ്ട്. അത് നമുക്കിനി എന്താണെന്ന് അടുത്ത ഇതിൽ നോക്കാം. ഇവിടെ നമ്മൾ പ്രധാനമായും 2 ടെനൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ടെനൻറ്റും അടുത്തത് ടെനൻറ്റ് പെർ സെയുമാണ്. ഹു ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ടെനൻറ്റ്? ദ ടെനൻറ്റ് ഹൂ ഈസ് കണ്ടിന്യൂയിങ് ഇൻ പൊസഷൻ ഈവൻ ആഫ്റ്റർ ദ ടെർമിനേഷൻ ഓഫ് ടെനൻസി ഇൻ ഹിസ് ഫേവർ. സ്റ്റാറ്റ്യൂട്ടറി ടെനൻറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടെനൻറ്റ്, ആ വ്യക്തി ആ ടെനൻസി എഗ്രിമെൻ്റ് കഴിഞ്ഞ ശേഷവും ആ പൊസഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ആ വ്യക്തിയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ടെനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാലാവധിയൊക്കെ കഴിഞ്ഞു എന്നതിന് ശേഷവും ആ വ്യക്തി ആ പൊസഷൻ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോയി, ആ വ്യക്തിയാണ് സ്റ്റാറ്റ്യൂട്ടറി ടെനൻ്റ് എന്ന് പറയുന്നത്. ഇനി ടെനൻറ്റ് പെർ സേ എന്ന് വെച്ചാൽ
എ ടെനൻറ്റ് ഹു ഒക്കുപ്പൈസ് എ ബിൽഡിംഗ് ബൈ എഗ്രിമെൻറ്റ് ഓഫ് ടെനൻസി ഓർ അതർവൈസ് റെൻറ്റ് ഈസ് പെയ്ഡ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. അതായത് ടെനൻറ്റ് പെർ സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെനൻറ്റ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് ഒരു ടെനൻസി എഗ്രിമെൻ്റ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയോ എന്നിട്ട് റെൻറ്റ് പേ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്. നമ്മൾ സാധാരണ പോകുന്നത് ടെനൻറ്റ് പെർ സേ ആണ്. ടെനൻറ്റ് ഹു ഒക്കുപ്പൈസ് എ ബിൽഡിംഗ് ബൈ എഗ്രിമെൻ്റ് ഓർ അതർവൈസ്, അതാണ് ടെനൻറ്റ് പെർ സേ എന്ന് പറയുന്നത്. നമ്മൾ ആരാണ് വാടകക്കാരൻ, ആരാണ് ലാൻഡ് ലോഡ് എന്നൊക്കെ പഠിച്ചു. ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ കേസ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദർ ഈസ് എനി ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ദ റെൻറ്റ് ബിറ്റ്വീൻ ദ ലാൻഡ് ലോഡ് ആൻഡ് ദ ടെനൻറ്റ്, വേർ ഷുഡ് ദ കേസ് ബി ഫയൽഡ്? എവിടെ നമ്മൾ കേസ് ഫയൽ ചെയ്യും? നമ്മൾ സാധാരണയായി ഇത്തരത്തിലൊരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫയൽ ചെയ്യുന്നത് റെൻറ്റ് കൺട്രോൾ കോടതി മുമ്പാകെയാണ്. സാധാരണ മുൻസിഫ് കോടതിയുടെ അതേ അധികാരപരിധിയുള്ള കോടതി തന്നെയാണ്. ചിലപ്പോൾ മുൻസിഫ് കോടതിയും റെൻറ്റ് കൺട്രോൾ കോടതിയായിട്ട് പ്രവർത്തിക്കാറുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ടെനൻറ്റിൻ്റെ എവിക്ഷനെ സംബന്ധിച്ചാണ്. ഒരു ടെനൻറ്റിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുന്നു, കൃത്യമായി വാടക തരാതിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ വരുന്നു. അപ്പോൾ ആ ടെനൻറ്റിനെ നമുക്ക് ഒഴിവാക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ നിയമപരമായി സ്വീകരിക്കാം എന്നുള്ളതാണ് എവിക്ഷൻ ഓഫ് ടെനൻറ്റിനെ പറ്റി നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഏതെല്ലാം സാഹചര്യത്തിലാണ് ഒരു വാടകക്കാരനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, അരിയേഴ്സ് ഓഫ് റെൻ്റ് ആണ്. അതായത് വാടക കുടിശ്ശിക ഉണ്ടായി വാടക തരാതിരിക്കുന്ന ഒരു അവസ്ഥ, അതാണ് അരിയേഴ്സ് ഓഫ് റെൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് ബോണഫൈഡ് നീഡ്സ് ആണ്. അതായത് നമ്മുടെ ഉടമസ്ഥാവകാശക്കാരന് ഏതെങ്കിലും തരത്തിൽ സത്യസന്ധമായ കാരണത്താൽ, ന്യായീകരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാരണത്താൽ ആ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ബിൽഡിങ് വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഇനി പോകുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. മൂന്നാമത്, ഡിസ്ട്രോയ് ഓർ റിഡ്യൂസ് ഇറ്റ്സ് വാല്യൂ ഓർ യൂട്ടിലിറ്റി. നമ്മളൊരു വാടകക്കാരന് നമ്മളൊരു ബിൽഡിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, താമസിക്കാൻ കൊടുക്കുന്നു. അതിനുശേഷം ആ വ്യക്തി ആ ബിൽഡിങ്ങിൻ്റെ വാല്യൂ നശിക്കുന്ന രീതിയിൽ, അത് മെറ്റീരിയലി ആയിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ആകാം, നശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നശിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്താൽ ആ വ്യക്തിയെ നമുക്ക് വാടകക്കാരനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതാണ് മൂന്നാമത്തെ ഗ്രൗണ്ടായിട്ട് നമ്മുടെ നിയമത്തിൽ പറയുന്നത്. ഇനി നാലാമത്തെ റീസൺ എന്ന് പറയുന്നത്, പുട്ടപ്പ് എ ബിൽഡിംഗ് ബൈ ടെനൻറ്റ് സബ്സിക്വൻ്റ്ലി അക്വയർ ദ പൊസഷൻ. നമ്മുടെ വാടകക്കാരന് വേറൊരു ബിൽഡിങ് അതേ സെയിം സിറ്റിയിലും ഒക്കെ വേറൊരു ബിൽഡിങ് താമസിക്കാനായിട്ട് തയ്യാറാക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഓൾറെഡി പുള്ളിക്കാരൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നു, പക്ഷെ എന്നാൽ തന്നെ പുള്ളിക്ക് താമസിക്കാനും ഒക്കെ യോഗ്യമായ മറ്റൊരു ബിൽഡിങ് അതേ സെയിം സിറ്റിയിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ വാടകക്കാരനെ വേണമെങ്കിൽ നമുക്ക് ഒഴിപ്പിക്കാം. അടുത്തത് സബ്ലെറ്റ് ഓർ സബ്ലീസ് ആണ്. അതായത് നമ്മളൊരു വാടകക്കാരന് ഒരു ബിൽഡിങ് കൊടുക്കുകയാണ്, ആ വ്യക്തി എന്ത് ചെയ്തു, അത് രണ്ടാമത് സബ്ലെറ്റ് ചെയ്യുകയോ സബ്ലീസ് ചെയ്യുകയോ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് റീകൺസ്ട്രക്ഷനാണ്. റീകൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡ് ലോഡിന് ബിൽഡിംഗ് ഒന്നും കൂടെ റീകൺസ്ട്രക്റ്റ് ചെയ്യണം, കുറച്ചുകൂടെ വിപുലീകരിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും റീകൺസ്ട്രക്റ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ആ സാഹചര്യത്തിലും ടെനൻറ്റിനെ എവിക്റ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ റിനോവേഷൻ, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആ ബിൽഡിങ്ങിൽ ലാൻഡ് ലോഡിന്, ഇതൊക്കെ ലാൻഡ് ലോഡിൻ്റെയാണ്, ലാൻഡ് ലോഡിന് എന്തെങ്കിലും ആ വാടകയ്ക്ക് കൊടുത്ത ബിൽഡിങ് റിനോവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എവിക്ഷൻ പെറ്റീഷൻ കൊടുക്കാം. ദെൻ റിലീജിയസ് ഓർ ചാരിറ്റബിൾ പർപ്പസസ്, നമുക്ക് റിലീജിയസ് ആയിട്ടുള്ളതോ ചാരിറ്റബിൾ ആയിട്ടുള്ളതോ എന്തെങ്കിലും പർപ്പസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടെനൻറ്റിനെ എവിക്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് അഡീഷണൽ അക്കോമഡേഷനാണ്. അഡീഷണൽ അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ലാൻഡ് ലോഡ്, ഒരു ഉടമസ്ഥാവകാശക്കാരൻ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പോർഷനിലേ താമസിക്കുന്നുള്ളൂ. അപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും ഒരു കാരണത്താൽ എൻ്റയർ ബിൽഡിംഗ് വേണമെന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു അക്കോമഡേഷൻ വേണം എന്ന് തോന്നുകയാണെങ്കിൽ വാടകക്കാരനെ ഒഴിവാക്കാം. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്താണെന്ന് ഓരോ എടുത്തും നമുക്ക് പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ടെനൻറ്റിനെ ചില സാഹചര്യങ്ങളിൽ എവിക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഏതെല്ലാം സാഹചര്യങ്ങളാണ്? ഒരു ടെനൻറ്റിനെ നമുക്ക് എവിക്റ്റ് ചെയ്യണമെങ്കിൽ ഓൺലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ.
അതായത് ഈ നിയമപ്രകാരം മാത്രമേ നമുക്കൊരു ടെനൻറ്റിനെ എവിക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഒരു വാടകക്കാരനെ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. ദെൻ ടെനൻറ്റിൻ്റെ ലാൻഡ് ലോഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ പബ്ലിക് അതോറിറ്റിയോ ആണെങ്കിൽ ടെനൻറ്റിനെ എവിക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത്രയുമാണ് ടെനൻറ്റിനെ എവിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഏത് സെക്ഷൻ വഴിയാണ് നമ്മൾ അങ്ങനെ ഒരു എവിക്ഷൻ പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്യുന്നത് സെക്ഷൻ 11 പ്രകാരമാണ്. സെക്ഷൻ 11 പ്രകാരമാണ് നമ്മളൊരു വാടകക്കാരനെ ഒഴിപ്പിക്കുന്നതുമായി സംബന്ധിച്ച് കോടതിയിൽ കേസ് കൊടുക്കേണ്ടതായ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. എന്താണ് അരിയേഴ്സ് ഓഫ് റെൻ്റ് എന്ന് പറയുന്നത്? അരിയേഴ്സ് ഓഫ് റെൻ്റ് വിച്ച് ഡിഫൈൻസ് അണ്ടർ സെക്ഷൻ 11 ക്ലോസ് 2 ഓഫ് കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരമാണ് അരിയേഴ്സ് ഓഫ് റെൻ്റ് എന്താണെന്ന് പറയുന്നത്. അരിയേഴ്സ് ഓഫ് റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാടക കുടിശ്ശികയാണ്. വാടക കുടിശ്ശികയായി, അതായത് വാടക തരാതിരുന്ന് അത് ശേഷം കുടിശ്ശികയാവുന്ന അവസ്ഥയിലാണ് നമുക്ക് കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറ്റും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദ ടൈം ഫിക്സഡ് ഇൻ ദ എഗ്രിമെൻറ്റ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ്, അങ്ങനെയാണ് എങ്കിൽ വിത്തിൻ 15 ഡേയ്സ് ആഫ്റ്റർ ദ ടൈം ഫിക്സഡ് ഇൻ ദ എഗ്രിമെൻറ്റ് ഓഫ് ടെനൻസി. നമ്മളിപ്പോൾ ഒരു വാടക കരാർ എഴുതിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വാടക കരാറിൽ ഒരു വാടക കൊടുക്കേണ്ടതായ ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഡേറ്റ് നിശ്ചയിച്ച ഡേറ്റിൽ വാടക തന്നിട്ടില്ല, ശേഷമുള്ള 15 ദിവസത്തിനുള്ളിലും ഇദ്ദേഹം വാടക തന്നിട്ടില്ല എങ്കിലും, ഇനി അത്തരത്തിലുള്ള ഒരു എഗ്രിമെൻ്റ് ഇല്ല എങ്കിൽ ദ ലാസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് മന്ത് വിച്ച് റെൻറ്റ് ഈസ് പേയബിൾ, എന്നിട്ടും റെൻറ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ ആ വ്യക്തിക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാം, കോടതിയിൽ കേസ് കൊടുക്കാം. അരിയേഴ്സ് ഓഫ് റെൻ്റ് എന്ന ഗ്രൗണ്ടിൽ കേസ് കൊടുക്കാം. അങ്ങനെ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ പോലും അതിനു മുന്നേ നമ്മളൊരു റീസണബിൾ നോട്ടീസ് ടെനൻറ്റിന് അയച്ചിരിക്കണം. ആ റീസണബിൾ നോട്ടീസ് ടെനൻറ്റിന് അയക്കുമ്പോൾ വാടക തരാനുണ്ട് എന്നുള്ള കാരണം കാണിച്ച് വേണം നമ്മൾ നോട്ടീസ് അയക്കാൻ. അപ്പോൾ നോട്ടീസ് എന്ന് പറയുന്നത് അവിടെ നിർബന്ധമാണ്. ആ നോട്ടീസ് അയച്ച ശേഷവും 15 ദിവസത്തിനുള്ളിൽ വാടക തന്നിട്ടില്ല എങ്കിൽ മാത്രമേ നമുക്ക് ടെനൻറ്റിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് അരിയേഴ്സ് ഓഫ് റെൻറ്റിൽ പറയുന്നത്. അപ്പോൾ അരിയേഴ്സ് ഓഫ് റെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ടാണ്. ഇനി അടുത്ത ഗ്രൗണ്ട് ഹിസ് ഓൺ യൂസ്, സെക്ഷൻ 11 ക്ലോസ് 3 പറയുന്നത്. അതായത് ദ ലാൻഡ് ലോഡ് റിക്വയർ ദ ബിൽഡിംഗ് ബോണഫൈഡ് ഫോർ ഹിസ് ഓൺ ഒക്കുപ്പേഷൻ ഓർ ഫോർ ദ ഒക്കുപ്പേഷൻ ഓഫ് എനി മെമ്പർ ഓഫ് ഹിസ് ഫാമിലി ഹൂ ഈസ് ഡിപ്പെൻഡഡ് ഓൺ ഹിം. അതായത് ലാൻഡ് ലോഡിന് വാടകയ്ക്ക് കൊടുത്ത വീട് ബോണഫൈഡ്ലി സത്യസന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒക്കുപ്പേഷന് വേണ്ടിയിട്ടോ അദ്ദേഹത്തിൻ്റെ താമസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മറ്റാരുടെയെങ്കിലും താമസത്തിന് വേണ്ടിയിട്ടോ ആ വീട് ആവശ്യമായി വരികയാണ് എങ്കിൽ നമുക്ക് വാടകക്കാരനെ ഒഴിപ്പിക്കാനായി കോടതിയിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിന് കുറച്ച് എക്സെപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് ദ ലാൻഡ് ലോഡ് ഹാസ് അനദർ ബിൽഡിംഗ് ഓഫ് ഹിസ് ഓൺ ഓർ ഹിസ് പൊസഷൻ ഇൻ ദ സെയിം സിറ്റി, ടൗൺ ഓർ വില്ലേജ്. ലാൻഡ് ലോഡിന് ഈ വീടല്ലാതെ കണ്ട്, വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഈ വീട് അല്ലാതെ കണ്ട് വേറെ ഒരു വീട് ആ സെയിം സിറ്റിയിലും വില്ലേജിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയില്ല. 2, the tenant is depending his livelihood mainly on the income derived from any trade or business. വാടകക്കാരൻ ഈ താമസിക്കുന്ന വീട്ടിൽ അദ്ദേഹം ഒരു ട്രേഡോ ബിസിനസ്സോ എന്തെങ്കിലും ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ആ വ്യക്തിയുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആ വീട്ടിൽ ചെയ്യുന്ന ട്രേഡോ ബിസിനസ്സോ എന്തെങ്കിലും കൊണ്ടാണെങ്കിൽ ആ വാടകക്കാരനെ നമുക്ക് ഒഴിവാക്കാനുള്ള അവകാശം ഇല്ല. അടുത്തത് there is no suitable building available in the locality for carried out such a trade or business. ആ വ്യക്തിക്ക്, ആ വാടകക്കാരന് ഈ വീടല്ലാതെ കണ്ട് വേറൊരു വീട്, നോ സ്യൂട്ടബിൾ ബിൽഡിംഗ്, അദ്ദേഹത്തിന് യോജിക്കുന്ന തരത്തിലുള്ള വേറൊരു ബിൽഡിംഗ് ഇല്ല അവൈലബിൾ ഇൻ ദ ലൊക്കാലിറ്റി, ഇത്തരത്തിലുള്ള ട്രേഡോ ബിസിനസ്സോ ക്യാരിഡ് ഔട്ട് ചെയ്യാൻ ഇല്ല എങ്കിലും നമുക്ക് വാടകക്കാരനെ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ഇനി അടുത്തതായി പറയുന്നത് സബ്ലെറ്റിംഗ് ആണ്. അത് സെക്ഷൻ 11 ക്ലോസ് 4 ക്ലോസ് 1 പറയുന്നത്. കാരണം 11 ക്ലോസ് 4 5 സബ് ക്ലോസസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് 11 ക്ലോസ് 4 ക്ലോസ് 1 സബ്ലെറ്റിംഗ് എന്താണെന്ന് നോക്കാം.
Without the consent of a landlord, tenant transfer the right under the lease or sublet entire building or any portion thereof. അതായത് നമ്മളൊരു വാടകക്കാരന് ഒരു വീട് കൊടുക്കുന്ന സമയത്ത് വാടകക്കാരൻ ലാൻഡ് ഉടമസ്ഥൻ്റെ സമ്മതമില്ലാതെ ആ വീട് വാടകയ്ക്ക് കൊടുത്ത വീട് അത് ലീസിന് കൊടുക്കുകയോ സബ്ലെറ്റ് ചെയ്യുകയോ എഗെയിൻ വാടകയ്ക്ക് കൊടുക്കുകയോ അതിൻ്റെ ഏതെങ്കിലും പോർഷൻ ആയാലും മതി, എൻ്റയർ പോർഷൻ ആയാലും മതി, അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കോടതിയിൽ എവിക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സാധിക്കും. ദ എവിക്ഷൻ ഓൺലി ആഫ്റ്റർ സെൻഡിങ് എ നോട്ടീസ് ഇൻറ്റിമേറ്റിംഗ് ദ റീസൺ. നമ്മൾ ഈ സബ്ലെറ്റിങ്ങും അരിയേഴ്സ് ഓഫ് റെൻറ്റ് പോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള നോട്ടീസ് അയച്ചിരിക്കണം. അതായത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ നോട്ടീസ് അയച്ച ശേഷം മാത്രമേ കോടതിയിൽ കേസ് നടത്താൻ പോകാവുള്ളൂ. ആ നോട്ടീസിൽ ഇദ്ദേഹം സബ്ലെറ്റ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കോൺട്രാവെൻഷൻ, ആ ടെനൻസിയിലെ കോൺട്രാവെൻഷൻ കാണിച്ചുകൊണ്ട് വേണം അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിരിക്കാൻ. അത്തരം നോട്ടീസ് അയച്ച ശേഷം 30 ദിവസത്തിനുള്ളിൽ അദ്ദേഹം പിന്നീടും വയലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ആ വ്യക്തിക്കെതിരെ നമുക്ക് റെൻറ്റ് കൺട്രോൾ കോടതിയിൽ എവിക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തത്, റെഡ്യൂസിങ് ദ വാല്യൂ ഓർ യൂട്ടിലിറ്റി ഓഫ് എ ബിൽഡിംഗ് മെറ്റീരിയലി ഓർ പെർമനൻ്റലി. അതായത് the tenant use the building in such a manner destroy or reduce its value or utility materially or permanently. അതായത് ടെനൻറ്റ് ആ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീട് മെറ്റീരിയലി ആയിരുന്നാലും പെർമനൻ്റലി ആയിട്ടാണ് സ്ഥിരമായി ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ വസ്തുക്കൾക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുന്ന രീതിയിലായാലും അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ എവിക്ഷൻ പെറ്റീഷൻ നമുക്ക് കോടതിയിൽ സമർപ്പിക്കാവുന്നതാണ്. അതാണ് 11 ക്ലോസ് 4 ക്ലോസ് 2 പറയുന്നത്. ഇനി സെക്ഷൻ 11 ക്ലോസ് 4 ക്ലോസ് 3, അതായത് ടെനൻറ്റിന് ഓൾറെഡി ഹാസ് ഇൻ ഹിസ് പൊസഷൻ എ ബിൽഡിംഗ്. ടെനൻറ്റ് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പൊസഷനിൽ തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഓർ സബ്സീക്വൻ്റ്ലി അക്വയർ ദ പൊസഷൻ, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തു, സബ്സീക്വൻ്റ് ആയിട്ട് അദ്ദേഹം ഒരു പൊസഷൻ അക്വയർ ചെയ്തു, അല്ലെങ്കിൽ പുട്ടപ്പ് എ ബിൽഡിംഗ്, അദ്ദേഹം പുതിയതായിട്ടൊരു ബിൽഡിംഗ് നിർമ്മിച്ചു. റീസണബിളി സഫിഷ്യൻറ്റ് ഫോർ ഹിസ് റിക്വയർമെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്ന തരത്തിലുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കും. പക്ഷെ അത് സെയിം സിറ്റിയിലും ടൗണിലും വില്ലേജിലുമാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നമുക്ക് എവിക്ഷൻ പെറ്റീഷൻ കൊടുക്കാം. അടുത്തതെന്ന് പറയുന്നത് റീകൺസ്ട്രക്ഷനാണ്. അത് സെക്ഷൻ 11 ക്ലോസ് 4 ക്ലോസ് 4 പറയുന്നത്. എന്താണ് റീകൺസ്ട്രക്ഷൻ? അതായത് ഇഫ് എ ബിൽഡിംഗ് ഇൻ സച്ച് എ കണ്ടീഷൻ ദാറ്റ് ഇറ്റ് നീഡ് എ റീകൺസ്ട്രക്ഷൻ, ഒരു ബിൽഡിങ്, നമ്മൾ വാടകയ്ക്ക് കൊടുത്ത ബിൽഡിങ്ങിന് റീകൺസ്ട്രക്ഷൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ലാൻഡ്ലോഡിൻ്റെ ആവശ്യം സത്യസന്ധമാണ്, ഇറ്റ് ഈസ് എ ബോണഫൈഡ് ആണ്, റീകൺസ്ട്രക്റ്റ് ചെയ്യണം എന്നുള്ളത് ബോണഫൈഡ് ആയിട്ടുള്ള ഒരു ആവശ്യമാണെങ്കിൽ കോടതിയിൽ എവിക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് നമുക്ക് എവിക്ഷൻ കൊടുക്കാൻ സാധിക്കും. പക്ഷേ കോടതി കുറച്ച് കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ചെയ്തിരിക്കണം. അതിൽ ഒന്നെന്ന് പറയുന്നത് ലാൻഡ് ലോഡിന് വ്യക്തമായ ഒരു പ്ലാനും ലൈസൻസും ഉണ്ടായിരിക്കണം. 2 എന്ന് പറയുന്നത് ഹി ഹാസ് എബിലിറ്റി ടു റീബിൽഡ്, അദ്ദേഹത്തിന് അത്തരം ഒരു ബിൽഡിംഗ് പണിയാനുള്ളൊരു എബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഇത്തരത്തിൽ ഒരു റീകൺസ്ട്രക്ഷൻ നടത്തണം എന്നുള്ള ലാൻഡ് ലോഡിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരിക്കലും വാടകക്കാരനെ ഒഴിവാക്കാനുള്ള ഒരു മാർഗമായിരിക്കരുത്. സച്ച് എ പ്രപ്പോസൽ ഈസ് നോട്ട് മെയ്ഡ് ആസ് എ പ്രീടെക്സ്റ്റ് ഫോർ എവിക്ഷൻ, എവിക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം ആയിരിക്കരുത് എന്നാണ് നിയമത്തിൽ പറയുന്നത്. അപ്പം പിന്നെ പ്രകാരം തന്നെ ആയിരിക്കണം, കോടതിയിൽ പറഞ്ഞ പ്രകാരം തന്നെ ആയിരിക്കണം റീകൺസ്ട്രക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ കോടതി പറയുന്ന സമയത്തിനുള്ളിലും ആ ഒരു ടൈമിനുള്ളിലും ഒക്കെ തന്നെ ആ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുകയും വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് റീകൺസ്ട്രക്ഷനകത്ത് പറയുന്നത്. ഇനി അടുത്തത് ടെനൻറ്റ് സീസസ് ടു ഒക്കുപ്പൈ, സെക്ഷൻ 11 ക്ലോസ് 4 ക്ലോസ് 5. അതായത് വിത്തൗട്ട് എ റീസണബിൾ കോസ്, പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ തന്നെ കണ്ടിന്യൂസ്ലി ഫോർ 6 months ടെനൻറ്റ് എന്ത് ചെയ്യുന്നു, അവിടെ താമസിക്കുന്നില്ല എന്നുള്ള കാരണമുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോടതിയിൽ എവിക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാം. അപ്പം വിത്തൗട്ട് എ റീസണബിൾ കോസ് എന്നുള്ളത് അവിടുത്തെ ഒരു ക്രൈറ്റീരിയ ആണ്. യാതൊരു കാരണവും കൂടാതെ കണ്ട് കണ്ടിന്യൂസ്ലി ഒരു 6 months അദ്ദേഹം അവിടെ താമസിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിനെതിരെ എവിക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാം എന്നാണ് പറയുന്നത്.
ഇനി അടുത്തതാണ് റിനോവേഷൻ, അതായത് സെക്ഷൻ 11 ക്ലോസ് 5. 11 ക്ലോസ് 5-ൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാൻഡ് ലോഡിന് അദ്ദേഹത്തിൻ്റെ വീട് റിനോവേറ്റ് ചെയ്യണം, നവീകരിക്കണമെങ്കിൽ ടെനൻറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പെർമിറ്റ് ദ ലാൻഡ് ലോഡ് ടു എൻ്റർ ആൻഡ് ക്യാരിഡ് ഔട്ട് ദ റിനോവേഷനാണ്. അതായത് ലാൻഡ് ലോഡിനെ ആ ബിൽഡിങ്ങിൽ കയറുവാനും റിനോവേഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യുവാനും അനുവദിക്കണം എന്നുള്ളതാണ്. അപ്പം ടെനൻറ്റിനെ സംബന്ധിച്ച് അത്തരത്തിൽ റിനോവേഷന് കോടതിയിൽ നിന്നൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ആ ഓർഡർ അനുസരിക്കുക എന്നുള്ളതാണ് ടെനൻറ്റിന് ബാധ്യസ്ഥനായിട്ടുള്ളത്. ടെനൻറ്റ് ബാധ്യസ്ഥനായിരിക്കും. ഇനി അത്തരത്തിൽ ഒരു ബിൽഡിങ്, വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ബിൽഡിങ് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെനൻറ്റിനെ സംബന്ധിച്ച് എൻഹാൻസ്ഡ് റെൻ്റ് ആയിരിക്കണം കൊടുത്തിരിക്കേണ്ടത്. അതായത് നിലവിൽ ആ ഒരു സ്ഥലത്ത് അത്രയും സൗകര്യങ്ങളും ഫെസിലിറ്റിയും ഉള്ള വീടിന് എത്ര രൂപയാണോ വാടക കൊടുക്കുന്നത് അത്രയും രൂപ തന്നെയായിരിക്കും ആ ബിൽഡിങ്ങിനും കൊടുക്കേണ്ടത്. അപ്പോൾ അത്രയും ചിലപ്പോൾ പഴയ വാടക ആയിരിക്കില്ല, സൗകര്യങ്ങൾ അനുസരിച്ച് വാടക കൊടുക്കേണ്ടതായ ബാധ്യത ടെനൻറ്റിനുണ്ട്. ഇനി അടുത്തതാണ് റിലീജിയസ് ഓർ ചാരിറ്റബിൾ ഓർ എഡ്യൂക്കേഷണൽ പർപ്പസസ്. where the landlord of a building is a religious, charitable, educational or other public institution ആണ് എങ്കിൽ the building is need for the purpose of institution. അതായത് ലാൻഡ് ലോഡിന് ഒരു ബിൽഡിങ് റിലീജിയസ് ആയിട്ടുള്ളതോ ചാരിറ്റബിൾ ആയിട്ടുള്ളതോ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് എങ്കിൽ റെൻറ്റ് കൺട്രോൾ കോടതിയിൽ പോയി ടെനൻറ്റിനെ ഒഴിവാക്കാനുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാം. അതാണ് സെക്ഷൻ 11 ക്ലോസ് 7 പറയുന്നത്. ഇനി അടുത്ത സാഹചര്യം എന്ന് പറയുന്നത് അഡീഷണൽ അക്കോമഡേഷൻ ആണ്. അത് സെക്ഷൻ 11 ക്ലോസ് 8 പറയുന്നത്. അഡീഷണൽ അക്കോമഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ലാൻഡ് ലോഡ് ഹു ഈസ് ഓക്കുപ്പൈങ് ഓൺലി എ പാർട്ട് ഓഫ് എ ബിൽഡിംഗ്. ലാൻഡ് ലോഡ് താമസിക്കുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് താമസിക്കുന്നത്. He may apply to the rent control court for an order directing any tenant occupying the whole or any portion of the remaining part of a building to put the landlord in possession thereof, require additional accommodation for his personal use. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി അദ്ദേഹം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ചിലപ്പോൾ ഒരു പോർഷനിലായിരിക്കാം, അടുത്ത പോർഷനിൽ ചിലപ്പോൾ ടെനൻ്റ് ആയിരിക്കാം താമസിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പേഴ്സണലായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലം കൂടി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കോടതിയിൽ എന്ത് ചെയ്യാം, എവിക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാം. ആ ഒരു സാഹചര്യവും വാടകക്കാരനെ ഒഴിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ്. ഈ 8 സാഹചര്യങ്ങളിലാണ് പ്രധാനമായിട്ടും നമുക്ക് ഒരു വാടകക്കാരനെ ഒഴിവാക്കാൻ സാധിക്കുന്നത്. ഇതിൽ കുറച്ച് പ്രിവിലേജൊക്കെ ടെനൻറ്റിനും പറയുന്നുണ്ട്, എന്നാലും മെയിനായിട്ട് 8 സാഹചര്യങ്ങളിലാണ് വാടകക്കാരനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വിച്ച് പ്രൊവിഷൻസ് ഇൻ കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ട് ഡിഫൈൻ ദ ഗ്രൗണ്ട് ഫോർ എവിക്ഷൻ? ആൻസർ എന്ന് പറയുന്നത് സെക്ഷൻ 11 സെക്ഷൻ 11 നമ്മൾ എവിക്ഷനെ പറ്റി പറയുന്നത്. 2. Who is a landlord under Kerala Building Lease and Rent Control Act? ആരാണ് ലാൻഡ് ലോഡ് എന്നുള്ളത്? അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. The landlord is defined under section, നമ്മൾ നേരത്തെ പറഞ്ഞു, സെക്ഷൻ 2 ക്ലോസ് 3 ഓഫ് കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരമാണ് ലാൻഡ് ലോഡ് ഈസ് എ പേഴ്സൺ who is receiving or entitled to receive the rent of a building if a building were let to a tenant. ഒരു വാടകക്കാരന് ഒരു ബിൽഡിങ് വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഏത് വ്യക്തിക്കാണോ ആ വാടക റിസീവ് ചെയ്യാനുള്ള അധികാരമുള്ളത് ആ വ്യക്തിയാണ് ലാൻഡ് ലോഡ് എന്ന് പറയുന്നത്. either his own account or on the behalf of another or behalf of himself, he may be an agent, trustee, executor, administrator, receiver or guardian. ഇത്രയും വ്യക്തികളാകാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പ്രൊവിഷൻസ് ഇൻ കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ട് ഡിഫൈൻ ടെനൻറ്റ്? ആരാണ് ടെനൻ്റ് എന്നാണ് ചോദിക്കുന്നത്. ഏത് പ്രൊവിഷനിലാണ് പറയുന്നത്? ടെനൻറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2 ക്ലോസ് 6 ആരാണ് ടെനൻറ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതായത് ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് വാടക പോകുന്നത് അല്ലെങ്കിൽ ആരിൽ നിന്നാണ്
വാടക പോകുന്നത്, ഒരു ബിൽഡിങ് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ആരിൽ നിന്നാണ് വാടക പോകുന്നത്, ആ വ്യക്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെനൻ്റ് എന്ന് പറയുന്നത്. അപ്പം അത് ഒരു മരിച്ചുപോയ ടെനൻറ്റിനെ സംബന്ധിച്ച് ഒരു അനന്തരാവകാശികളാകാം. പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടെനൻറ്റ് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി അടുത്തത്, മാൻഡേറ്ററി നോട്ടീസ് ഈസ് ഗിവൺ അണ്ടർ എവിക്ഷൻ. വിച്ച് സെക്ഷൻ സെറ്റ് അബൌട്ട് മാൻഡേറ്ററി നോട്ടീസ്? നമ്മൾ പറഞ്ഞല്ലോ, ഒരു ടെനൻറ്റിനെ എവിക്റ്റ് ചെയ്യാൻ ഒരുപാട് ഗ്രൗണ്ട്സ് ഉണ്ട്, ഒരു 7-8 ഗ്രൗണ്ട്സ് ഉണ്ട്. ആ ഗ്രൗണ്ട്സിൽ 2 ഇടങ്ങളിൽ മാൻഡേറ്ററി ആയിട്ട് നോട്ടീസ് കൊടുത്ത ശേഷം മാത്രമേ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്ന് പറയുന്നത് മാൻഡേറ്ററി നോട്ടീസാണ്. അത് പറയുന്നത് ഒന്ന് അരിയേഴ്സ് ഓഫ് റെൻ്റാണ്. വാടക കുടിശ്ശിക വരുന്ന സമയത്ത് വാടകക്കാരൻ വാടക തരാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നോട്ടീസ് അയച്ചിരിക്കണം. അതിൻ്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ 15 ദിവസമാണ്. ആ നോട്ടീസ് അയച്ച 15 ദിവസത്തിനുള്ളിലും ഇദ്ദേഹം വാടക തരാതെ ഇരിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിക്കെതിരെ അതിനുശേഷം നമുക്ക് എവിക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാം. അടുത്തത് സെക്ഷൻ 4 ക്ലോസ് 1 പ്രൊവിസോ, സബ്ലെറ്റ് ഓർ സബ്ലീസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അതായത് ഒരു ബിൽഡിങ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നു, ആ വാടകക്കാരൻ അത് ലാൻഡ് ലോഡിൻ്റെ ഉടമസ്ഥാവകാശകൻ്റെ അനുമതി ഇല്ലാതെ കണ്ട് സബ്ലെറ്റ് ചെയ്യുകയോ സബ്ലീസ് ചെയ്യുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ ആ ടെനൻസി എഗ്രിമെൻറ്റിന് കോൺട്രാവെൻഷൻ സംഭവിച്ചു എന്നുള്ള കാരണം കാണിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനൊരു നോട്ടീസ് അയക്കാം. ആ നോട്ടീസ് അയച്ച ശേഷവും 30 ദിവസത്തിനുള്ളിൽ റിപ്ലൈ വന്നിട്ടില്ല എങ്കിൽ ആ വ്യക്തിക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാം, എവിക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പറയുന്നത്.